ശിവ എന്ന പയ്യൻ ഇന്റീരിയർ ഡിസൈൻ ആകണമെന്ന സ്വപ്നവുമായി ചെന്നൈയിലെത്തുന്നു. പക്ഷേ ജോലി കിട്ടാത്തതുകൊണ്ട് ബൈക്ക് ടാക്സി ഓടിച്ചാണ് അവൻ ജീവിക്കുന്നത്. അതേസമയം സോഫ്റ്റ്വെയർ ജോലി തേടി വന്ന മിത്രയ്ക്ക് താമസിക്കാൻ പോലും ഒരു സ്ഥലമില്ലാതെ വരുന്നു. നഗരം മുഴുവൻ വീട് അന്വേഷിച്ചിട്ടും ഒന്നും കിട്ടാത്തപ്പോൾ ശിവ തന്റെ വീട്ടിൽ റെന്റ് ഷെയർ ചെയ്ത് താമസിക്കാൻ പറയുകയും ഒടുവിൽ മിത്ര അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ആദ്യം ചെറിയ ചെറിയ വഴക്കുകളായിരുന്നു, പക്ഷെ പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളാകുന്നു. മിത്ര ശിവയ്ക്ക് ഒരു നല്ല പ്രൊഫഷണൽ പ്രൊഫൈൽ തന്നെ തയ്യാറാക്കി കൊടുത്തു. അതോടെ ശിവയ്ക്ക് ഇന്റീരിയർ ഡിസൈൻ പ്രൊജക്ടുകൾ കിട്ടാൻ തുടങ്ങി. മറുവശത്ത് മിത്രയ്ക്കും ജോലി ലഭിക്കുന്നു. അങ്ങനെ സൗഹൃദം പതിയെ പ്രണയമായി മാറി. ഇനി വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ചെറിയ തെറ്റിദ്ധാരണ കാരണം ഇരുവരും വഴക്കിടുന്നു. മിത്ര കൂട്ടുകാരുടെ വീട്ടിലേക്ക് താമസം മാറ്റി. അപ്പോഴാണ് മിത്ര ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് ശിവയ്ക്ക് മനസ്സിലായത്. അവൻ പോയി മിത്രയോട് മാപ്പ് പറഞ്ഞ് ഇരുവരും വീണ്ടും ഒന്നിച്ചു. പക്ഷേ ആ സമയത്ത് തന്നെ മിത്രയുടെ മാതാപിതാക്കൾ ഇരുവരെയും ഒരുമിച്ച് കാണുന്നു. രണ്ടു കുടുംബങ്ങളും ഒരു റെസ്റ്റോറന്റിൽ കണ്ടുമുട്ടുന്നു. ശിവയുടെ മാതാപിതാക്കൾ വിവാഹത്തിന് സമ്മതിക്കുമ്പോഴും മിത്രയുടെ അച്ഛൻ ശക്തമായി എതിർത്തു. ഒടുവിൽ മിത്രയെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവനിൽ നിന്നാകുന്ന മിത്ര കടുത്ത മാനസിക സമ്മർദ്ദത്തിലാകുന്നു. ആശുപത്രിയിൽ നടത്തിയ ഒരു പരിശോധനയിൽ അവൾക്ക് അപൂർവമായ ഒരു മെമ്മറി ഡിസോർഡർ രോഗമുണ്ടെന്ന് കണ്ടെത്തുന്നു. പതിയെ പതിയെ ഓർമ്മകൾ നഷ്ടമാകുന്ന ഒരു രോഗം. 6 മാസത്തോളം ശിവ അവളെ ഒരു നിമിഷം പോലും വിട്ടു നിൽക്കാതെ നോക്കി. പിന്നീട് ആശുപത്രിയിൽ നിന്ന് ഒരു മാറ്റം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മിത്രയുടെ ആഗ്രഹപ്രകാരം അവളെ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നു. കേരളത്തിലെ മനോഹരമായ ദിവസങ്ങളെ അവർ ജീവിതം വീണ്ടും ആസ്വദിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിധി വേറൊരു തീരുമാനമായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും മിത്രയുടെ ഓർമ്മകൾ ഓരോന്നായി മാഞ്ഞു പോകുന്നു. ഒടുവിൽ ശിവയെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവൾ എത്തിച്ചേർന്നു. ഇതെല്ലാം കണ്ട മിത്രയുടെ അച്ഛനും ഒടുവിൽ ശിവയുടെ സ്നേഹം മനസ്സിലായി. പക്ഷേ അപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു. മിത്ര തന്റെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ട് ശിവയെ എന്നേക്കുമായി വിട്ടുപോയി. അവളുടെ മരണശേഷം അവർ ഒരുമിച്ച് താമസിച്ചിരുന്ന വീടിന്റെ ടെറസിലിരുന്ന് ശിവ മിത്ര എഴുതി വെച്ച ഡയറി വായിക്കുന്നു. അതിലവൾ പറയുന്നത് ഒറ്റ കാര്യം: ഞാനില്ലെങ്കിലും നീ കരയരുത്, നിന്റെ സ്വപ്നങ്ങൾ പൂർത്തിയായി സന്തോഷത്തോടെ ജീവിക്കണം. ആ വാക്കുകളോടെ ശിവ പുതിയ ജീവിതത്തിലേക്ക് മുന്നോട്ട് നടക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.